ഒരിക്കലും ഇതൊരാൺകുഞ്ഞാവരുതെന്ന് എന്റെ പ്രാർത്ഥന. അങ്ങനെയാണേൽ ആ കുഞ്ഞിന് അയാളുടെ മുഖഛായ ഉണ്ടാവും. അതാ എന്റെ പേടി. അയാളുടെ രൂപവും സ്വഭാവവും ഉള്ളൊരു കുഞ്ഞ്. അങ്ങനൊന്നും ഉണ്ടാവരുതെന്ന എന്റെ പ്രാർത്ഥന. എങ്കിലും അറിയാതെ പോലും ഞാൻ ആ കുഞ്ഞിനെ... ഇല്ല, അങ്ങനൊന്നും വരില്ല ചേച്ചി. എനിക്ക് ഉറപ്പാ ഇതെന്റെ ചേച്ചിയെ പോലെ ഒരു സുന്ദരി വാവ തന്നെയായിരിക്കും. നോക്കിക്കോ. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇറങ്ങി വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഞങ്ങള് വാലി ചവിട്ടി പിടിക്കും. തന്നോടാ പറഞ്ഞ ഇറക്കി വിടാൻ. നീ ഇങ്ങോട്ട് വാടാ. ഇറങ്ങി പിടിക്കണോ? അവരോട് വിളിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വാതിൽ തുറക്കണോ? തുറക്കടാ. എന്താ എന്താ ആരാ നിങ്ങളൊക്കെ? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവര് തന്നെയാണോ? നിന്ന് പൊട്ടം കളിക്കാതെ ഇറക്കി വിടാനേ. എന്താ പ്രശ്നം? ആരുടെ കാര്യം നിങ്ങൾ പറയുന്നേ? ഇവിടെ ആരും ഒന്നെന്നാ? അപ്പൊ താനിതൊന്നും അറിഞ്ഞില്ല അല്ലേ? വേഷം കെട്ടെടുക്കാതെ അവനെ ഇങ്ങോട്ട് പറഞ്ഞു വിടറോ. ചിലപ്പോ ഇയാളും കൂടെ അറിഞ്ഞോണ്ടുള്ള കച്ചവടം ആയിരിക്കോളിയാ. അകത്ത് കയറി തപ്പിയാലേ അവനെ കൈയോടെ പൊക്കാൻ നമുക്ക്. താൻ അവനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞങ്ങൾ അകത്ത് കയറി തപ്പണോ? എന്താ കൂട്ടരെ നിങ്ങൾ പറയുന്നേ? ഇവിടെ ആരും വന്നിട്ടുമില്ല, കേറിയിട്ടുമില്ല. ആര് പറഞ്ഞു? അവൻ ഇങ്ങോട്ട് ഓടിക്കയറുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ. അബ്ദു, ഞങ്ങൾ ഈ നാട്ടിലെ മാനവ മര്യാദയായിട്ട് ജീവിക്കുന്നവരാ. ഞങ്ങളെടുത്ത് താൻ വേല ഇറക്കരുത്. അഥവാ താൻ അവനെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ അകത്തേറി അവനെ പോക്കും. പിന്നെ ഇയാളോട് സംസാരിച്ച് സമയം കളയാതെ അകത്തേറി തപ്പാൻ നോക്ക്. അവൻ പിന്നാമ്പുറത്തോട് ഓടി രക്ഷപ്പെടാൻ നോക്കും. സുരേഷേ, നിങ്ങൾ കുറച്ചൊരു പിന്നാമ്പുറത്തേക്കല്ലേ, കുറച്ചൊരു അതുവഴി പോകും. അകത്തേറി നോക്കടാ. ആരാ നിങ്ങളൊക്കെ? എന്താ കാര്യം? പെങ്ങളെ, എന്നാലും ഈ നാട്ടിൽ ജീവിച്ചോണ്ട് ഈ പണി വേണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലേ ആളെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. വാടാ. എന്താ പാപ്പാ? എനിക്കൊന്നും അറിയില്ല മോളെ. നമ്മുടെ വീട്ടിനകത്ത് ആരോ കയറിയിരിപ്പുണ്ടെന്ന്. അങ്ങോട്ട് അകത്തേറി നോക്കടാ. നീ ഇറങ്ങി വരാനാ പറഞ്ഞു. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഇറങ്ങി വരാൻ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നീ ആരാ? എന്താ നിങ്ങൾ കാണിക്കുന്നേ? ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞില്ലേ? താൻ മിണ്ടാതിരിടോ. അവൻ വരുന്ന കണ്ട ഞങ്ങള് മണ്ടന്മാരോ? സുഖമില്ലാത്തൊരു കുട്ടി കിടക്കുന്ന മുറിയായത്. ദേവി ഇത് നിങ്ങൾ ശല്യപ്പെടുത്തരുത്. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. എനിക്കറിയില്ല മോളെ. ആരും ഇങ്ങോട്ട് വന്ന് കേറിയിട്ടുണ്ടോ? ഞാൻ കട്ടിന്റെ അടി നോക്കിക്കേ. സതീഷോ, ആളിവിടെ ഉണ്ടാ? എവിടെ? പടച്ചോനെ. ആരാണാ നീ? മര്യാദക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ഇടിയുടെ പെരുന്നാളായിരിക്കും. ചെയ്യല്ലേ? മര്യാദക്ക് സത്യം പറയടാ. എന്തിനാണ് ഇങ്ങോട്ട് കയറിയത്? മോഷ്ടിക്കാനാണോ? ചേട്ടാ, ഞാൻ കള്ളനെ പിടിച്ചു കൊടുക്കാനൊന്നും അല്ല. പിന്നെ നീ ആരടാ? അയ്യോ, ഞാൻ പറയാം. എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ വന്നത് ഇവള് പറഞ്ഞതാ. എന്താണോ താൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടെന്നോ? പറയണോ? എപ്പോഴാ തന്നെ ഞാൻ കണ്ടത്? നീ കൂടുതൽ ഉരുളയൊന്നും വേണ്ട. സത്യം എന്താണെന്ന് നിങ്ങൾ പറയട്ടെ. പറയടാ. സത്യം വേണ്ട. ഇവള് വിളിച്ചിട്ടേ വന്നത്. ടൗണിൽ വെച്ച് ഇവള് ലോട്ടറി വെക്കുന്നുണ്ടപ്പോ വെറുതെ ഒരു രസം ഞാൻ മുട്ടി നോക്കിയതാ. അപ്പൊ ഇവളാ ഇങ്ങോട്ടുള്ള വഴിയും വീടൊക്കെ കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നത്. കാശുമായിട്ട് വന്നാ മതി, ഇവിടെ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ടാ.
ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, നിങ്ങൾ ആരും ഇത് വിശ്വസിക്കരുത്. ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല. എനിക്ക് ഇയാളെ അറിയില്ല. വേണ്ടടി മോളെ, നീ കൂടുതൽ സാവത്രി ക്ഷമയൊന്നും വേണ്ട. ഞങ്ങൾക്ക് കുറച്ച് നാളായിട്ട് സംശയം ഉണ്ടായിരുന്നതാ. അതായച്ചിരി മെനക്കെട്ടാലും വേണ്ടില്ല കൈയോടെ പിടികൂടാന്ന് വെച്ചത്. പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. എനിക്ക് ഇയാളെ അറിയില്ല. സത്യം ഞാൻ പറയുന്നത്, എനിക്ക് അറിയില്ല. അയ്യോ, ഒന്നും അറിയാത്തൊരുത്തി. കൈയോടെ രണ്ടിനെ പോലീസ് ഏൽപ്പിക്കണം. അപ്പൊ ഇവളൊക്കെ തത്ത പറയുന്ന പോലെ പറയും. ദയവ് ചെയ്ത് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഈ കൊച്ചു നിങ്ങൾ കരുതുന്ന പോലുള്ള തരക്കാരിയല്ല. പിന്നെ എങ്ങനെയാണോ ഇവനെ ഇവിടെ കട്ടിന്റെ അടിയിൽ കിട്ടിയത്? അപ്പൊ താനും കൂടെ അറിഞ്ഞോണ്ടാണ് ഈ ഇടപാട്. അല്ലാ, ഇങ്ങനൊന്നും പറയല്ലേ കൂട്ടരെ. അബ്ദുപ്പ, പോലീസിനെയോ പട്ടാളത്തെയോ ആരെ വേണമെങ്കിലും വിളിക്കട്ടെ. ഞാൻ പറയാം അവരോട്. സത്യം എന്താണെന്ന് അവരന്വേഷിക്കട്ടെ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഗൗരി, എന്താ സിനിമ ഇതൊക്കെ? ഇവരെന്തിനാ നമ്മളെ ഉപദ്രവിക്കുന്നത്? നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? ദയവേത് നിങ്ങൾ ഇതൊരു പ്രശ്നമാക്കരുത്. ഇതുപോലൊരു പെൺകുട്ടിയുടെ ഉമ്മയാ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞങ്ങളെ ഉപദ്രവിക്കരുത്. അതൊക്കെ ഇതുപോലെയുള്ള കൂട്ടങ്ങളെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ഓർക്കണമായിരുന്നു. ദോ അബ്ദുവേ, ദേ ഈ പെണ്ണുമ്പിള കാല് പിടിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിട്ടേക്കുക. പക്ഷേ ദേ ഇനി ഇതുപോലെ ആവർത്തിച്ച തന്റെ കുടുംബം അടക്കം ഞങ്ങൾ ജയിലിൽ കയറ്റും. പറഞ്ഞേക്കാം. വാടാ സതീശ, നടക്കണം. ഇങ്ങോട്ട് നടക്കണം. ഇറങ്ങണ കൊണ്ട് പഠിച്ചോനെ, ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നമ്മൾ നോക്കും? ഞാൻ പോയിട്ടൊരു അബ്ദുപ്പ. ഗൗരി, എങ്ങോട്ടാ നീ? അതെന്താ സിനിമ അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്നും പോവാറുള്ളതല്ലേ. വേണ്ട, ഇനി മുതൽ നീ എങ്ങോട്ടും പോണ്ട. കച്ചവടം പത്രടിയിലും ഒക്കെ മതിയാക്കിക്കോ. ചേച്ചി നോക്കി ഇവിടെ എങ്ങനെ ഇരുന്നാ മതി. കഴിയാനുള്ള വകയൊക്കെ വാപ്പ അന്വേഷിച്ചു കൊണ്ടുവന്നോളൂ. എന്താ സിനിമ ഇങ്ങനെ? എന്നെ നിങ്ങളും അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? സത്യമായിട്ടും എനിക്ക് ഒന്നും അറിഞ്ഞൂടാ സിനിമ. ഇതിനു മുൻപ് ഞാൻ അയാളെ കണ്ടിട്ട് കൂടിയില്ല. മരിച്ചുപോയ എന്റെ അച്ഛനാണ്, അമ്മയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സിനിമ. സിനിമയുടെ ഗൗരിമോളല്ലേ. എന്നെ വിശ്വാസമില്ലേ സിനിമയ്ക്ക്? നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ ഗൗരി. കാലം വല്ലാത്തതാ. കച്ചവടം ഒന്നും പറഞ്ഞ് കവലത്തോറും തെണ്ടി നടക്കുന്ന ഒരു പെണ്ണ് പൊരയിലുണ്ടെങ്കിൽ ഇതിലപ്പുറം പറഞ്ഞുണ്ടാക്കും ആൾക്കാര്. തീപ്പൊരി കണ്ട കാട്ടുതീയാന്ന് പറയുന്ന ജാതികളാ ചുറ്റും. വേണ്ട, ഇനി ഒന്നും വേണ്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുന്നത് ഞാനും എന്റെ മോളും ആയിരിക്കും. അവളെ മാന്യമായിട്ടൊന്ന് കെട്ടിച്ചു വിടണോ എനിക്ക്? ശരിയാ, സിനിമ പറഞ്ഞതാ ശരി. ഞാൻ റംലേച്ചയുടെയും സിനിമയുടെയും കാര്യം ആലോചിക്കണമായിരുന്നു. ഞാൻ കാരണം നിങ്ങളും കൂടി നാണം കെടേണ്ടി വന്നില്ലേ? കൂക്കിവിളിയും കമന്റടിയും അർത്ഥം വെച്ചുള്ള പറച്ചിലും ഒക്കെ ഞാനും കേൾക്കാറുണ്ട്. അപ്പൊ ഉള്ളിൽ കരഞ്ഞോണ്ട് പുറമെ ചിരിക്കും. എന്നെയല്ല ഇതൊന്നും പറയുന്നതെന്ന് ഞാനങ്ങ് നടിക്കും. എന്നിട്ട് മനസ്സ് വല്ലാതെ തളരുമ്പോ അകത്തെ മുറിയിലിരിക്കുന്ന ഭ്രാന്തി പെണ്ണിനെ ഓർക്കും. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പറ്റി ഓർക്കും. അപ്പൊ എന്നെ ദാഹവും വിശപ്പും നാണക്കേടും ഒക്കെ പോവും. ഒരിക്കൽ ദൈവത്തിന്റെ കൈ നിരന്ന് വാങ്ങിയതുകൊണ്ട് ഇതങ്ങ് സ്വയം അവസാനിപ്പിക്കാനുള്ള ധൈര്യമില്ല. മരണത്തിന്റെ വൈന്ന് രക്ഷപ്പെട്ടു പോയില്ലേ, ഇനി എങ്ങനെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ. മോളെ, സാരില്ല സിനിമ. ഇനി ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു നാണക്കേടും ഉണ്ടാക്കില്ല, ഉറപ്പ്. കൊള്ളാവട കൊച്ചനെ, നീ മിടുക്കനാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാ നിന്നെ തന്നെ ഞാൻ ഈ പണി ഏൽപ്പിച്ചത്. ബെനിജ, അങ്ങെടുക്ക. പറഞ്ഞ തുകയിൽ ഒരു 10,000 രൂപ കൂടുതലുണ്ട്. ഇന്നലെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇമ്മിനെ പിച്ചുമാന്തൊക്കെ കൊണ്ടതല്ലേ. ഇരിക്കട്ടെ, എന്റെ വകയിലൊരു ബോണസ്. എന്നതാ, സന്തോഷമായിടോ? മുതലാളിയുടെയും കണക്കൊന്നും പറയത്തില്ലേ. എന്നാലും ചാച്ചനത് എന്നാ ചെയ്തേ? ഇങ്ങനെ ഒരു കളി കളിക്കണ്ടെന്ന് എന്നോട് പോലും ഒരു വാക്ക് പറയാതെ. ധനിപ്പ, നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നു. അത് പിന്നെ ആരും അറിയരുതെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞോണ്ടാ സാറേ. നീ അവനെ ഒന്നും പറയണ്ടാവേ. ആരെ അറിയിക്കാഞ്ഞത് മനഃപൂർവ്വമാടാ.
അവളെ അവിടെ നിന്ന് നാട്ടുകാരായിട്ട് തല്ലി ഇറക്കണം, അല്ലെങ്കിൽ അവൾ അവിടെ വേര് പിടിക്കും. അത് ഭാവിയിൽ നമുക്ക് ദോഷം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കൊളുത്തിട്ട് കൊടുത്തത്. ദാ പിള്ളേരത് ഗംഭീരാക്കുകയും ചെയ്തു. എന്നാലും എന്റെ പാപ്പച്ചായന്റെ ബുദ്ധി സമ്മതിക്കണം. ഈ തല അപാരം തന്നെ. അത് പിന്നെ നിന്റെ അപ്പനായന്റെ ഗുണം ഞാൻ കാണിക്കാതിരിക്കോടി. നിങ്ങൾ പോയിക്കോ. എടി ആരോട് ചോദിച്ചടി ഈ മുറ്റത്ത് കാലെടുത്ത് കുത്തിയത്? അങ്ങനെ ഒരുപാട് അങ്ങ് ക്ഷോഭിക്കല്ലേ ബെന്നി സാറേ. ഇന്നലെ എന്റെ കിടപ്പുമുറിയിൽ ആ പോയവനെ കയറ്റി ഒളിപ്പിച്ചത് എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. അപ്പൊ എനിക്കും ഇങ്ങനെയൊക്കെ ആവാം. തർക്കുത്തരം പറയുന്നടി ഇവിടെ. ബെന്നിച്ച, എന്നതാണോ നീ കാണിക്കുന്നത്? വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയണ്ടാവേ. ആ എന്നാ മോളെ, എന്നാത്തിനാ നീ വന്നേ? എനിക്കൊന്നും പറയാനില്ല സർ. ഇന്നലെ അവിടെ അങ്ങനെ നടന്നപ്പോഴേ ഞാൻ ഊഹിച്ചു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടെയുള്ളവർ തന്നെ ആയിരിക്കുന്നു. വന്നപ്പോ ഊഹിച്ചത് ശരിയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തിനാ സർ, എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഒരു തരത്തില് ഞാനും എന്റെ ചേച്ചി നിങ്ങൾക്കൊരു എതിരാളിയല്ല. തകർക്കാനുള്ളവരെയൊക്കെ തകർത്ത് നേടാനുള്ളതൊക്കെ നിങ്ങൾ നേടിയെടുത്തില്ലേ? ആരും ഇല്ലാത്തവരാ, സ്വന്തം എന്ന് പറയാൻ ഒന്നും ഒരുപിടി മണ്ണ് പോലും ഇല്ലാത്തവരാ. അന്നന്നത്തെ വകയ്ക്ക് ആരോടും കൈ നീട്ടാതെ 2 ജന്മങ്ങൾ കഴിഞ്ഞു പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഇപ്പോ. അല്ലാതെ ആരോടും മത്സരിക്കാനോ പകവീട്ടാനോ ഒന്നിനും ആഗ്രഹമോ ശേഷിയോ ഇല്ലാത്തവരാണ്. എങ്ങനെങ്കിലും ഞങ്ങൾ ഈ നാട്ടിലൊന്ന് കഴിഞ്ഞു പൊയ്ക്കോട്ടെ. ഇനിയെങ്കിലും ഉപദ്രവിക്കരുത് പ്ലീസ്. മകളെ പോലെ കാണണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആരും ഇല്ലാത്ത 2 അനാഥ പെൺകുട്ടികളോട് ഒരിത്തിരി ദയ കാണിക്കണം സർ. ഇതൊരപേക്ഷയാണ്. ഒന്ന് നിന്നേ മോളെ, അങ്ങനെ അങ്ങ് പോയാലോ നീ? മോൾക്ക് ഓർമ്മയുണ്ടോ, ഏകദേശം 3 വർഷം മുമ്പ് ഇതുപോലെ മോളുടെ വീട്ടിൽ നിന്ന് ദേ ഈ അങ്കിള് നിന്റെ തന്തയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചത്? ജീവിതത്തിൽ ഇന്നേ വരെ ഒരുത്തിന്റെ മുമ്പിലും കൈനീട്ടാത്ത ഈ പൂക്കാടൻ പൗലോസ് അന്ന് നിന്റെ തന്തയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു. അപ്പൊ നിന്റെ തന്തയുണ്ടല്ലോ, സത്യപ്രകാശ മേനോൻ, അവൻ വലിയ പുണ്യാളം ചമഞ്ഞു. എന്റെ മോള് തെറ്റിയതെങ്കിൽ അവൾ അതിന്റെ ശിക്ഷ അനുഭവിക്കണമെന്ന്. അവളതങ്ങ് അനുഭവിച്ചു തീർത്തു, നല്ല അന്തസ്സായിട്ട്. പക്ഷെ അന്ന് നിന്റെ തന്ത എന്നോടും എന്റെ മോളോടും ചെയ്തതിന് പലിശയുടെ പലിശയൊക്കെ ചേർത്ത് അനുഭവിക്കേണ്ടടി മോളെ. തന്ത അങ്ങ് രക്ഷപ്പെട്ടെങ്കിലും ആ പങ്ക് അങ്ങനെ അങ്ങ് വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അതുകൂടെ ചേർത്താ ഞാനിപ്പോ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? നിന്നെ നിന്റെ ചേച്ചിയും വെള്ള പൊതപ്പിച്ച് കിടത്തി കാണിക്കണം എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ അതിനു മുമ്പ് നിന്റെ തന്ത പെമ്പർനോട്ടയും കൂടി അങ്ങ് കടന്നു കളഞ്ഞു. എന്ന് വെച്ച് നിന്റെ ചേച്ചി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ? വിട്ടുകള ബെന്നിച്ചയ, എന്നത്തിനാ ഈ പഴംപുരാണമൊക്കെ വിളമ്പുന്നേ? അത് ഇവൾക്കും കൂടി അറിയാവുന്ന കാര്യങ്ങളല്ലയോ? നീ ഇനി കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടും ഒന്നും ഒരു പ്രയോജനമില്ലടി. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോഴും നിന്റെ വീറും വാശി ഇതൊന്നും ആയിരുന്നില്ലല്ലോ. എന്നിട്ട് എന്നാത്തിനാ ഇപ്പൊ ഇങ്ങനെ ദയാചിച്ചു വന്നത്? ഇല്ലടി, ഇനി നീയും നിന്റെ ചേച്ചിയും ചത്തു മണ്ണടിഞ്ഞാ കൂടി ഞങ്ങളുടെ നിലപാട് ഇത് തന്നെ ആയിരിക്കും. അന്ന് നിന്റെ തന്തയ്ക്ക് തോന്നാത്ത ദയ ഇപ്പൊ എന്റെ പാപ്പച്ചായന് തോന്നണമെന്ന് അപേക്ഷിക്കാൻ എന്ത് അർഹതയടി നിനക്കുള്ളത്? ദേ, അന്ന് നിന്റെ തന്തയൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഈ സൈന ഡോക്ടർ സൈന പൗലോസ് പൂക്കാടനായനെ. അങ്ങനെ ആവാത്തതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷേ ഒരു 2-2.5 കൊല്ലം ഞാൻ ഉണ്ട ചോറിന്റെ രുചി അത് ഞാൻ മറക്കുകയില്ല. എന്നെങ്കിലും ആ രുചി നിന്നെ കൂടി ഞാൻ അറിയിക്കും. അത് അറിയിച്ചിട്ടേ നിന്നെ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്യൂ. അതുവരെ നിന്റെയും നിന്റെ ചേച്ചിയുടെയും പിന്നാലെ ഞങ്ങളിങ്ങനെ നിഴല് പോലെ തന്നെ കാണും. കടന്നു പോടി. റോഡര് തന്നെ പൊയ്ക്കോളാം ഞാൻ. പിന്നെ മാഡം കരുതുന്നത് പോലെ ഞാൻ കരഞ്ഞ് കാല് പിടിക്കാൻ വന്നൊന്നുമല്ല. ജീവിക്കാൻ ആഗ്രഹമുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനർത്ഥം മരിക്കാൻ പേടിയുണ്ടെന്നല്ല. മരണത്തിന്റെ വക്കോളം ചെന്നിട്ട് ജീവിതത്തിലേക്ക് നടന്നു കയറിയവളായി ഞാൻ. അതുകൊണ്ട് കൊല്ലുമെന്നും തിന്നുമെന്നും ഒക്കെ പറഞ്ഞ് ആരും ഈ ഗൗരിയെ പേടിപ്പിക്കണ്ട.
പക്ഷെ ജീവിക്കുന്ന കാലം അത് അന്തസ്സോടെ തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അങ്ങനെ ജീവിച്ചൊരു അച്ഛന്റെ അമ്മയുടെയും മോളാ ഞാൻ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ ജീവിക്കാൻ വിടണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യൂടി? ബെന്നിച്ചയ, ഇതെനിക്ക് വിട്ടേക്ക്. എന്താ എന്താ നീ പറഞ്ഞ? മര്യാദയ്ക്ക് ജീവിക്കാൻ അനുവദിക്കണമെന്നോ? ഇല്ലടി, ഇനി ഈ നാട്ടിൽ നീ എങ്ങനെ എവിടെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. എന്താ അതിൽ നിനക്ക് വല്ല സംശയമുണ്ടോ? ചുമ്മാ പേടിപ്പിക്കല്ലേ മാഡം. എന്നെ ജയിലിൽ ഉറക്കാനും ഉണ്ണിക്കാനുമാണ് മാഡവും മാഡത്തിന്റെ അപ്പച്ചനും ആങ്ങളെയൊക്കെ കഷ്ടപ്പെടുന്നതെങ്കിലേ ആയിക്കോളൂ. ഇനി അങ്ങനൊരു വിധിയും കൂടി ഗൗരിയുടെ ജാതകത്തിലുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ ഞാൻ അങ്ങ് സ്വീകരിക്കും. പക്ഷേ അത് നിന്റെ 2-2.5 കൊല്ലത്തെ ചെറിയ കേസ് പോലെ ആയിരിക്കില്ല ഈ ഗൗരി ജയിലിൽ പോകുന്നത്. ഒരായുഷ്കാലത്തേക്ക് സന്തോഷത്തോടെ ഞാൻ അതങ്ങ് ബുക്ക് ചെയ്യും. പക്ഷെ അതിനു മുൻപ് ഗൗരിക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതെല്ലാം ഗൗരി ചെയ്ത് തീർത്തിരിക്കും, അതുറപ്പാ. നീ എന്താടി ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? ജീവിതത്തിൽ നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ലാത്തവര് ഭീഷണിപ്പെടുത്തി നേരം കളയാറില്ല, അത് പ്രവർത്തിക്കേ ഉള്ളൂ. മാന്യമായി ജീവിക്കാൻ എന്നെ എന്റെ ചേച്ചിയെ ഇനിയും അനുവദിച്ചില്ലെങ്കിൽ ജയിലോ കൊലക്കയറോ ഒന്നും ഈ ഗൗരിക്ക് ഒരു തടസ്സമാവില്ല. ഓർക്കണം, ഓർമ്മ വെക്കണം എല്ലാവരും. ബെന്നിച്ച, അവള് കരുതി കൂട്ടി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഛേ, അവൾ എന്നാ ചെയ്യുന്ന? ഇത്രയില്ലാത്തൊരു പീക്കിരി പെണ്ണ് നമ്മളെ എന്നാ ചെയ്യുന്ന ചാച്ച? ദേ, ചാച്ചനൊരു വാക്ക് മൂളിയാ മതി, അവളിപ്പോൾ വീടെത്തുകയല്ല. കാണോ ചാച്ചന്? വേണ്ടടാ പോയി. അങ്ങനെ അങ്ങ് തീർക്കാനാണേല് പിന്നെ ഇതിൽ എന്നതാ ഒരു സുഖം? ദേ, അവളുടെ ഈ പ്രകടനം കണ്ട് നിങ്ങളാരും മുന്നും പിന്നും നോക്കാതെ ഒന്നിനും ഇറങ്ങി പുറപ്പെട്ടേക്കരുത്. ഒക്കെ അതിന്റെ തഞ്ചവും തരവും നോക്കി ഞാൻ ചെയ്തോളാം, കേട്ടല്ലോ? എന്നാത്തിനാ ഈ ശാപമെല്ലാം കൂടി നിങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നത്? എന്നതാ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. ആ പെങ്കൊച്ചിന്റെ കണ്ണീര് മുറ്റത്ത് വീണ അതിന്റെ ദോഷം നമ്മുടെ മക്കൾക്ക് തന്നെയാ. അതെന്നാ നിങ്ങൾ മനസ്സിലാക്കാത്തത്? തന്തേം തള്ളേം ചത്തില്ലേ, ഇനി അതുങ്ങളെ എവിടെയും പോയി എങ്ങനെയും പിഴച്ചോട്ടെ എന്ന് വെക്കണം. ആ കൊച്ചു പറഞ്ഞിട്ട് പോയതൊക്കെ അതിന്റെ സങ്കടം കൊണ്ടാ. ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? ശരിയാ, നീ പറഞ്ഞപ്പോഴാ ഞാനും അതേപ്പറ്റി ആലോചിക്കുന്നേ. പാലിരിപ്പുണ്ടോ എന്നെ പെണ്ണെ അടുക്കളയില്? ഉണ്ട്. എന്നാത്തിനാ? ആ, അതുണ്ടേലേ. നീ പോയി കുറച്ച് പാലെടുത്ത് അതൊന്ന് നന്നായിട്ട് ചൂടാക്കി ഇമ്മിണി പഞ്ചാരം ചേർത്ത് ഒരു മുലക്കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കും. അപ്പോഴേക്കും ഞാൻ പോയി ആ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് വന്ന് നിന്റെ ഒക്കത്തോട്ട് ഇരുത്തിത്തരാം. അപ്പൊ നിനക്ക് കൊണ്ടു കിടന്ന് ഊട്ടാലോ അവളെ. എന്നതാ, അത് മതിയോ? ദേ വെമ്പറന്നോരെ, ആരോട് എന്നതൊക്കെ എപ്പ ചെയ്യണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. നിന്റെ അഭിപ്രായവും വക്കാലത്തും ആവശ്യമുള്ളപ്പോ ഞാൻ ചോദിച്ചോളാം, കേട്ടല്ലോ? ക്ഷമിക്കണം പോലും. അങ്ങനെ ക്ഷമിക്കാനായിരുന്നേല് ഞാൻ എവിടെയെങ്കിലും പോയി ധ്യാനം കൂടി ഇരുന്നാ മതിയായിരുന്നല്ലോ. ദേ, നീ നോക്കിക്കോ അന്നാമേ, ഞാൻ ഇതുവരെ ചെയ്തായിരിക്കില്ല ഇനി അങ്ങോട്ട് ഞാൻ ചെയ്യാനിരിക്കുന്നത്, മനസ്സിലായല്ലോ? ഇന്ന് അവൾ എന്റെ മുറ്റത്ത് വന്ന് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് കേട്ടോ നീ? വേണ്ടി വന്ന പൂക്കാടിനെ മക്കളെ അങ്ങോട്ട് തിന്നുകളയൊന്ന്. അവള് വിചാരിച്ച എന്റെ മൂക്കിലെ 2 രോമം പറിക്കാൻ പറ്റില്ല. എന്നിട്ടും ഞാൻ മിണ്ടാതങ്ങ് വിട്ടുകളഞ്ഞത് അവളങ്ങ് തഴച്ച് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അല്ലാതെ ആ ചാവാലി പെണ്ണിനെ പേടിച്ചിട്ടൊന്നും അല്ലടിയേ. രണ്ടിനെയും നാട്ടുകാർ പിരിവെടുത്ത് കോർപ്പറേഷന്റെ ചുടുകാട്ടിൽ കത്തിക്കുന്നത് കണ്ടിട്ടേ പൂക്കാടിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടൂ. മനസ്സിലായോ പെണ്ണുപിള്ളക്ക്? ആയിക്കോ, എന്നാ വേണേലും ആയിക്കോ. ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ ഇവിടെ തന്നെ പിഴ ഒടുക്കേണ്ടി വരുമെന്ന് അപ്പനും മക്കളും മറന്നു പോവരുത്. അല്ലേലും ഇപ്പൊ തന്നെ അനുഭവിച്ചു കൂട്ടുന്നുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിട്ടും അത് അനുഭവിക്കാൻ ഒരു യോഗം നിങ്ങളുടെ മക്കൾക്ക് കിട്ടിയോ? മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടും എന്നതാ ദൈവം നമുക്കൊരു പേരക്കുട്ടിയെ തരാത്തത്? ഒക്കെ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ ഫലവാ. ഒരുത്തന് യോഗം ഇല്ലാഞ്ഞിട്ടാണെന്ന് വെക്കാം. മോളുടെ കാര്യമോ? കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടി നേടിക്കൊടുത്തവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ആകെ നേരും നെറിയുള്ള ഒരെണ്ണത്തിനെ നിങ്ങളെല്ലാവരും കൂടി. വായടക്കടി ശവമേ, മറക്കാൻ പറഞ്ഞാ മറന്നോണം. ഇനി മരണം വരെ അതിനെപ്പറ്റി കമാന്നൊരു അക്ഷരം മിണ്ടിയേക്കരുത്. അതിന് പറ്റാത്തവള് പെട്ടിയെടുത്തോണ്ട് പടിയിറങ്ങിക്കോണം, കേട്ടോടി ഒരുമ്പെട്ടവളെ. അമ്മച്ചി
മനസ്സ് കാണിക്കാത്തവരോട് എന്നാത്തിന് അമ്മച്ചി പറയാൻ പോകുന്നേ? അതുകൊണ്ടല്ലേ മറക്കാൻ ഓർഡർ ഇട്ട അങ്ങനെ എങ്ങും മറക്കാൻ പറ്റുമോ മോളെ? എനിക്ക് ഞാനും ഒരമ്മയല്ലേ, എനിക്ക് പറ്റില്ല, കർത്താവിനാണ് പറ്റില്ല. പെട്ടെന്ന് ഈ നിക്കാഹ് വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇനി സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടാണോ? പണ്ടും പണമൊന്നുമല്ല സീനത്തെ ഇവിടുത്തെ പ്രശ്നം. പിന്നെ എന്ത് പ്രശ്നമാണെന്ന് താൻ വാ തുറന്നൊന്ന് പറയടോ. പ്രശ്നം ഇവിടെ താമസിക്കുന്ന ആ പെൺപിള്ളേരാ. അവരോ? ആരോരും ഇല്ലാത്ത രണ്ട് പാവം പെൺകുട്ടികൾക്ക് കിടക്കാനൊരിടം കൊടുത്തത് അത്ര വലിയ തെറ്റായിപ്പോയോ ബഷീറെ? യത്തീമിനെ കണ്ടില്ലെന്ന് അടിക്കരുതെന്നല്ലേ നമ്മുടെ ഖുർആനിലും പറയുന്നത്? അതീ പറയണ പോലെ വല്ലതും ആണോ അബ്ദു നമ്മുടെ നാട്ടിൽ നടക്കണേ? പറയുന്നോണ്ട് നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത്. പള്ളി പിരിഞ്ഞപ്പോ ഞാനും ചിലതൊക്കെ കേട്ടു. അന്യജാതിപ്പെട്ടവരാണെന്നുള്ള പോട്ടെ, കയ്യിലിരിപ്പൂടി പെടക്കാണെങ്കിലാ ഇങ്ങനെ രണ്ടെണ്ണത്തിനെ പിടിച്ച് പെരയെ കയറ്റി താമസിപ്പിക്കാൻ തനിക്ക് തലയ്ക്ക് വെളിവില്ലാതായി പോയോ അബ്ദു? ബഷീറെ, താൻ വെറുതെ വേണ്ടാതിനം പറയണ്ട. ആ കുട്ടികൾ അത്തരക്കാരികളല്ല. അവരെനിക്കെന്റെ മക്കളെ പോലെ. ആ അതാണല്ലോ കുഴപ്പം. മൂത്തത് തന്ത ആരാന്നറിയാത്ത ഒന്നിനെ പള്ളെ ചുമക്കുന്നു, അനിയത്തി ഏതോ ഒരുത്തിനെ ആരും അറിയാതെ വീട്ടിൽ കയറ്റുന്നു. ഇതൊക്കെ തറവാട്ടി പറഞ്ഞ പെൺകുട്ടികൾ ചെയ്യേണ്ടത്. ബഷീറെ, പടച്ചോന് നിരക്കാത്ത വർത്തമാനം പറയരുത്. ഇതൊന്നും ഞാനായിട്ട് പറയുന്നതല്ല കേട്ടോ, നാട്ടിൽ പാട്ടാ. ഇങ്ങനെ രണ്ട് പെൺകുട്ടിയോട് താമസിക്കുന്ന പെരേന്ന് എന്ത് വിശ്വസിച്ച ഒരു ബന്ധം എടുക്കുമെന്നാ ചെറുക്കന്റെ എളാപ്പ എന്നോട് ചോദിച്ചത്. നിങ്ങളുടെ കൊച്ചു അത്തരക്കാരിയാന്ന് നാട്ടുകാർ പറഞ്ഞു നടക്കല്ലേ എന്നാ അവരുടെ പേടി. ഇങ്ങനെ കരഞ്ഞു പിടിച്ചിട്ടൊന്നും കാര്യമില്ല സീനത്തെ. എത്രയും പെട്ടെന്ന് അതുങ്ങളെ നിങ്ങളുടെ തലേന്ന് ഒഴിവാക്കാൻ നോക്കണം. അവരുടെ കഴിയാണെങ്കിലേ നിങ്ങളുടെ കൊച്ചു ആയുഷ്കാലം പെരേ തന്നെ നിന്നു പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. ആ എത്തിയല്ലോ. ഏതായാലും നിങ്ങൾ ചേച്ചി അനിയത്തിയും കാരണം ഈ പാവത്തുങ്ങൾക്ക് ഇങ്ങനെ ചില ഉപകാരങ്ങളുണ്ടായി. കഷ്ടം. സിനിമ എന്താ അബ്ദുപ്പ, അയാൾ എന്തിനാ വന്നത്? സിനിമ അബ്ദുപ്പ ഒന്ന് പറ, എന്താ പ്രശ്നം? അയാൾ എന്താ അങ്ങനെ പറഞ്ഞത്? ആ നിക്കാഹ് നടക്കില്ല. അബ്ദുവിന്റെ വരെ താമസിക്കുന്നവരൊക്കെ പിഴച്ചവരാണ്. അങ്ങനെയുള്ളവരടുത്തുനിന്ന് അവർക്ക് പെണ്ണ് വേണ്ടെന്ന്.